അല്ല, ഞാൻ ഈ പറഞ്ഞത് ഇപ്പൊ നമ്മൾ NIA ലിസ്റ്റ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് NIA ലിസ്റ്റ് വരുന്നതിന് മുമ്പ് NIA-മാരെ കുത്തിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ തെരുവുകളിലെല്ലാമായി അവിടെ പ്രസംഗിച്ചതാണ്. അത് നമ്മൾ കൃത്യമായിട്ട് അറിയാം. ഓരോരുത്തരുടെ വീടറിയാം, നാടറിയാം, ഇവിടെ പഞ്ചായത്ത് അറിയാം, അപ്പനെ അറിയാം, അമ്മയെ അറിയാം, വീട്ടിൽ കയറി വെട്ടോന്നും പറഞ്ഞ് സ്റ്റേജിൽ കയറി നേതാക്കന്മാര് കൃത്യമായിട്ട് പ്രോത്സാഹിച്ചതാണ്. ആ പ്രസംഗം കഴിഞ്ഞ് അതും നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. അപ്പം തെളിവുകൾ പറഞ്ഞാൽ പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ലിസ്റ്റ് വിശ്വസിക്കാനുള്ള വേറെ മാറില്ല. കാരണം ഇവന്മാര് തന്നെ ആ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞ ടീമാണ്. ഈ ലിസ്റ്റ് വെച്ച് പ്രവർത്തിച്ചതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കൃത്യമായിട്ട് അവർ പ്രസംഗിക്കുകയും ആ കോൺഫിഡൻസ് അണികൾക്ക് കൊടുക്കുകയും അണികൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത, പ്രതികരിക്കുകയൊക്കെ ചെയ്ത ഒരു ടീമാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് സംശയിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതി വഴി നടക്കുന്ന നായെ പിടിക്കുന്നതിനെ വരെ പിടിച്ച് ജയിലിലിടുന്ന ടീമാണ്. കോടതി അങ്ങനെയുള്ള കാര്യത്തിൽ ഉൾപ്പെടെ ഇവിടെ കേസെടുക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ കോടതി കേസെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എതിരെ കേസെടുത്തിട്ടുണ്ടോ, അന്വേഷണം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോടതി ചെയ്തിട്ടില്ല. പക്ഷെ ഇതൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. ഈ സാധനം ഇനി ആരും എടുത്ത് കളകത്തില്ല. നമുക്കത് ഓർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വേണമെങ്കിൽ ഓർത്ത് സെർച്ച് കേൾക്കാവുന്ന കാര്യങ്ങളേ. എനിക്ക് അത്ര പറയാനുള്ളൂ. പ്രശസ്തനാവണമെങ്കിൽ ഹിറ്റ് ലിസ്റ്റിൽ പേര് വരണം. അല്ല, നമ്മുടെ മുഖ്യന്റെ വരെ പേര് കാണാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവിടെ പുള്ളിയുടെ സുരക്ഷയൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കാൻ കാര്യമുണ്ടോ നമുക്കറിയില്ല. പുള്ളി വന്ന് കയറിയപ്പോ ഇത്രയും സുരക്ഷയായിട്ട് നടക്കാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉള്ളത് കാണും എന്ന് നമുക്ക് പറയാം. നമ്മുടെ ഈ ഇൻഡിപെൻഡൻസ് റൂമിന് ഭീഷണി ഉണ്ടോന്നുള്ളതാണ് അറിയണ്ടേ. ഇവിടെ രണ്ടുപേരുണ്ട്. നല്ല സ്ഥിരം പച്ച കുത്തുന്ന രണ്ടുപേർക്ക് ഒരു ഭീഷണിയാണ്. അല്ല, ഒരു കാര്യമുണ്ട്. ഈ ഇത്രയും ലിസ്റ്റ് ഇവരുടെ നിന്നുള്ള ഭീഷണി ഉണ്ടാവില്ല. അല്ല, ഇവരുടെ വീട്ടില് അവരുടെ പാർട്ടി ഗ്രാമത്തിൽ ആരെങ്കിലും ഒക്കെ ചിലപ്പോ ഭീഷണി പുള്ളിക്ക് കൊടുക്കുന്നുണ്ട്. അതല്ല, അത് നമുക്ക് തോന്നുന്നതാണ്. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ രീതി വേറെയാണ്. ഇവര് എല്ലാവരും കൂടെ നിൽക്കുന്നതിന് വരെ വേണമെങ്കിൽ അടിച്ചു. അത് അവരുടെ ഉദ്ദേശം വേറെയാണ്, ഇവര് പ്രവർത്തിക്കുന്ന രീതി വേറെയാണ്. അങ്ങനത്തെ കാര്യം ഇവിടെ തോന്നുന്നു. നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം, ഇതുപോലെ ലിസ്റ്റ് വേറെ ഏതെങ്കിലും സംഖ്യയുടെ പേരിലായിരുന്നു ഈ കേരളം ഇന്നവര് കത്തിച്ചാണ്. അല്ലെങ്കിൽ അത് പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ എല്ലാം ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കിയത്. പക്ഷെ ഇവിടെ ആരും അനങ്ങുന്നില്ലാത്തുള്ളതാണ്. സംസാരിക്കാതെ താല്പര്യം ഉന്നയിക്കാൻ എല്ലാം വിലക്കെടുത്ത് കഴിഞ്ഞു എന്ന് വേണേൽ പറയാം. അതാണ് അതിന്റെ കാര്യം. അത് ഫുൾ സപ്പോർട്ടാണ്. പ്രതിപക്ഷ നേതാവിനും ഉണ്ടാട്ടം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനും ഉണ്ടാട്ടമില്ല, ഭരണപക്ഷ നേതാവിനും ഉണ്ടാട്ടമില്ല, പോലീസിനും ഉണ്ടാട്ടമില്ല, മാധ്യമങ്ങൾക്കും ഉണ്ടാട്ടമില്ല. ഒരു ലിസ്റ്റ് വന്നു, അത് പ്രസിദ്ധീകരിച്ചു, അത് പ്രാർത്ഥിച്ചു പോയി കഴിഞ്ഞു. പക്ഷെ സാധാരണ അങ്ങനെ അല്ലല്ലോ നമ്മൾ കാണുന്നത്.